ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈകഴുകാനാവില്ല. ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് ഒഴിയുമ്പോഴാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഹൈക്കോടതി കൈയോടെ പിടികൂടിയത്. സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് PS പ്രശാന്തിന്റെ ഇടപെടലിലാണെന്ന പരാമർശത്തിന് ശേഷം എല്ലാ ദിവസവും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്ന ജോലിയാണ് അദ്ദേഹം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ശരിയായ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. ഒരു വലിയ വീഴ്ച, ഉദ്യോഗസ്ഥ തലത്തിലൊരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ മുരാരി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയായി കസ്റ്റഡിയിൽ ഇരിക്കുകയാണ്. അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ SITയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നഷ്ടപ്പെട്ടു പോയ സ്വർണം, ഭഗവാന്റെ ഒരു തരി പൊന്നെങ്കിലും തിരിച്ചുപിടിക്കുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. 2019 നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കണമെന്ന് പറയുന്നത് വിചിത്രവാദമല്ലേ? പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു അഴിമതിക്ക് ഒറ്റയടിക്ക് ഞങ്ങൾ ഉത്തരവാദികളെന്ന് പറയുന്നതിലൊരു വിചിത്രമായ വാദമില്ലേ? അതൊക്കെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ അങ്ങനെ തന്നെ കാണും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു ബന്ധവുമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഭരണ തലപ്പത്തുള്ളവർക്കും മുൻപ് തലപ്പത്തുണ്ടായിരുന്നവർക്കും പറയാൻ ഇതേ ഉള്ളൂ. അറിയില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ മാസം പോലും ദ്വാരപാലക സ്വർണ്ണപ്പാളി എങ്ങനെ പോറ്റിയുടെ കയ്യിലെത്തി? ഹൈക്കോടതി പറയുന്നത് നോക്കിയാൽ ദേവസ്വം കമ്മീഷണർ എതിർത്തതാണ്. ചെന്നൈയിലെ കമ്പനിക്ക് സാങ്കേതിക വൈദഗ്ധ്യം ഇല്ലെന്ന്. പിന്നെ തിരുത്തിയതിന് കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നൽകിയ നിർദ്ദേശം. ഹൈക്കോടതി തെറ്റിദ്ധരിച്ചതാണെന്ന് പ്രശാന്ത്. ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ അന്വേഷണമെങ്കിലും സാധ്യമായതെന്നത് മറന്നാണ് പ്രശാന്തിന്റെ ഈ വിശദീകരണം. എന്താണോ ഞങ്ങളുടെ അഭിപ്രായമായി പറയാനുള്ളത് സ്റ്റാൻഡിംഗ് കൗൺസിലോട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് കോടതി അറിയിച്ചിട്ടുണ്ട്. കോടതി നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ഞങ്ങൾ അനുസരിക്കും. മികച്ച രീതിയിലാണ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരികെ കിട്ടും, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എന്നെ കണക്ട് ചെയ്യാനുള്ള ഒരു കിട്ടില്ല. കാരണം കിട്ടില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമില്ലാത്തതുകൊണ്ടാണ്, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉത്തരവ് അത് ഇത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കണക്ട് ചെയ്യണ്ട, അത് നടക്കൂല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 4 ഉത്തരവുകൾ, ഈ ബോർഡ് ആദ്യം ഇറക്കിയ ഉത്തരവ്, ആദ്യത്തെ ഉത്തരവ് എന്താ? നിങ്ങളെല്ലാം കയ്യിലുണ്ട്, അയ്യപ്പ ഭക്തന്മാരുടെ സ്പോൺസർഷിപ്പിൽ നിന്നാണ്. പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ശുപാർശ വരുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മട്ടിലേക്ക് വരുന്നത്. അവിടെ മുതൽ ഏറ്റവും ഒടുവിൽ റജിലാലിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. 4 ഉത്തരവിലും ഒരു സംശയമില്ല, ഒരേ പാറ്റേണിലും ഒരേ രീതിയിലുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്ത ആരായിരുന്നാലും അവരെ കൽത്തുളെങ്കിലും സ്വർണം ശബരിമലയിൽ എത്തിക്കുക എന്നതുമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡും അത് തന്നെ സ്വീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു SIT ആണ് രൂപീകരിച്ചത്. ആ SIT അന്വേഷണത്തിൽ വളരെ ത്വരിതഗതിയിലാണ് അവരുടെ അന്വേഷണം നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതായി നമ്മൾ കണ്ടു. അതിനുശേഷം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതായി കണ്ടു. ഇപ്പോൾ ഏതായിരുന്നാലും അന്വേഷണ സംഘം അതിൻ്റെ പുരോഗതി നല്ലൊരു ഘട്ടത്തിലേക്ക് കടന്നതിൻ്റെ ഭാഗമാണ് ബാംഗ്ലൂരിലെ ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അത് കേട്ടപ്പോൾ വലിയ സന്തോഷം. നമ്മൾ പറഞ്ഞോടത്തെത്തും സ്വർണം ശബരിമല എത്തിക്കാനും കള്ളന്മാരെ അകത്താകാൻ ആരായിരുന്നാലും എന്ന നിലയിൽ അത് ആ വാർത്ത നമുക്ക് ഏറ്റവും വലിയ രൂപത്തിൽ സന്തോഷം വരുന്നത്, കണ്ടെടുക്കാൻ കഴിഞ്ഞ തിരിച്ച് അവരിൽ എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യം. പോറ്റിക്ക് പിന്നാലെ മുരാരി ബാബു കൂടി അകത്തായി. ഇനിയും ഉദ്യോഗസ്ഥർ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പട്ടികയിലുണ്ട്. സ്വർണം ചെമ്പാക്കിയതിന് ഉത്തരം പറയേണ്ടവർ. അതിനൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം. ഹൈക്കോടതി തന്നെ പറഞ്ഞത് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടവും നിയന്ത്രണവും ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണെന്നാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ. എല്ലാവർക്കും അതറിയാം. സമ്മതിച്ചാൽ പക്ഷേ സ്വയം പ്രതിയാകുന്നതിന് തുല്യമാകും. I don't know anything about all these things, and regarding this wait list of Dwarapalaka, I don't have any idea regarding this. SIT called me to Trivandrum to take my statement. I already gave the statement over there, and yesterday they visited Ballari also. In Ballari also given the same statement. Regarding the Dwarapalaka,
they ask so many questions. What information I have, I will given to SIT. Now the case is in investigation period, so they don't want to make any obligation. I am supporting SIT. I am fully details I have given to SIT. All the documents related to this door and donations from my side, all the things I have given to SIT. ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. ഇല്ല, മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് കാണിച്ചിരിക്കുന്ന വൃത്തികേടും പുറത്തു വന്നു ഇല്ലേ? അവരിതെല്ലാം മൂടി വെച്ചിട്ട് തിരുവാഭരണ കമ്മീഷനുടെ റിപ്പോർട്ടും മറികടന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വിളിക്കണം എന്ന് വാശി പിടിച്ചാളാ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതറിയുന്ന ദേവസ്വം മന്ത്രി. അത് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്. മറുപടി കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നല്ലോ, കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം, ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ള നിലപാട്. ഞങ്ങളുടെ നിലപാട് തുടക്കം മുതൽ അവസാനം വരെ. ഇന്നലെ ഇത് സ്വർണം കോടീശ്വരന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നവരെ കറക്റ്റ് അല്ലേ? ഒരു തെറ്റും പറഞ്ഞിട്ടില്ലല്ലോ പ്രതിപക്ഷം. ഒരു വാചകം പോലും ശബരിമല വിവാദത്തിൽ രാഷ്ട്രീയമായിട്ട് അതിനെ ദുരുപയോഗം ചെയ്യാനല്ല പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ എല്ലാ വാചകങ്ങളും 100% ശരിയാണെന്ന് കോടതിയും പറഞ്ഞു. ഈ അന്വേഷണത്തിലും വെളിവായിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് ധൈര്യം. ആ കാലം കഴിഞ്ഞു. ഇനി ഞങ്ങളെ ദ്രോഹിക്കാൻ സമ്മതിക്കില്ല. അത് BJP ഈ കടമ ഏറ്റെടുത്തു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. രാജിവെക്കണം വാസവൻ, പിരിച്ചുവിടണം ദേവസ്വം ബോർഡ്. ഇതിൽ ഒരു സംശയമുള്ള വെച്ചാൽ മാത്രമേ ഞങ്ങൾ ഈ സമരം നിർത്തൂ. അപ്പോ ശകലം ഉളുപ്പുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കണം. 2019 മുതൽ ഇപ്പോൾ വരെയുള്ള ശബരിമലയിലെ സ്വർണ്ണ മോഷണമാണ് അന്വേഷിച്ചു തുടങ്ങിയതെങ്കിലും കഴിഞ്ഞ ദിവസം വരെ 2019 ഇടപാടാണ് പ്രശ്നമായത്. എന്റെ കാലത്ത് എല്ലാം ശരിയാണെന്ന് PS പ്രശാന്തിന് പറഞ്ഞു നിൽക്കാമായിരുന്നു. കോടതി ഇടപെട്ടതോടെ അതും പോയി. കോടതിയെയോ സ്പെഷ്യൽ കമ്മീഷണറെയോ അറിയിക്കാതെ എന്തിന് സ്വർണ്ണപ്പാളികൾ കടത്തി? മറുപടി നൽകിയേ തീരൂ. ഉദ്യോഗസ്ഥരെ മാത്രം പ്രതിക്കൂട്ടിലാക്കി രക്ഷപ്പെടാവുന്ന കാര്യമല്ല ഇത്. അന്വേഷണം കേരളവും കടന്ന് കർണാടകത്തിൽ എത്തിയിട്ടുണ്ട്. അതൊക്കെ പോറ്റിയുമായി ഇടപാട് നടത്തിയവരെ കുറിച്ചുള്ളതാണ്. സ്വർണം പൂശാൻ പോറ്റിയുടെ ഇടപാടിൽ സ്വർണം നൽകിയവർ, അവരെ അല്ല വേണ്ടത്. പുറത്തു വരേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ തോന്നിയ പോലെ കാണിക്കാനും ടെൻഡർ പോലുമില്ലാതെ ഇടപാടുകൾ നടത്താനും അവസരം കൊടുത്തവരെയാണ്.